ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട KFC ചിക്കൻ പോപ്കോണിൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു മലബാർ മാജിക് കിച്ചൺ. മൈ നെയിം ഈസ് സൗമ്യ. ആദ്യം തന്നെ പറയട്ടെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇനി എല്ലാവർക്കും അതായത് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും KFC ചിക്കൻ്റെ എന്നുള്ളത്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നൊന്നും പലർക്കും അറിയില്ല. എന്നാൽ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ഈ KFC ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വളരെയധികം ക്രിസ്പിയോട് കൂടിയ KFC ചിക്കന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ചിക്കൻ 1 kg, മിൽക്ക് ഒരു 100 ഗ്രാം, ടൊമാറ്റോ സോസ്, ടെർമറിക് ഒരു 1/4 ടീസ്പൂൺ. ഈ ടെർമറിക്കിന് പകരമായിട്ട് കളർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ബട്ട് വീട്ടിലെ ആവശ്യത്തിനൊക്കെ മഞ്ഞൾപ്പൊടി തന്നെയാണ്. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടിയാണ്. കളർ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുരുമുളക് പൊടി, അതേപോലെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ചിട്ട് അതിൻ്റെ നീര് മാത്രം എടുത്തതാണ് ഞാനവിടെ കാണിച്ചിട്ടുള്ളത്. ആ ഒരു ഫ്ലേവറാണ് വേണ്ടത്. പിന്നെ കോൺഫ്ലവർ 1.5 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. മുളക് പൊടി 1 ടീസ്പൂൺ. മൈദ 1.5 കിലോ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഗരം മസാല, ചിക്കൻ മസാല, ഇതിൽ ഏത് വേണമെങ്കിലും എടുക്കാം. ചിക്കൻ മസാല എടുക്കാം, അല്ലെങ്കിൽ ഗരം മസാല എടുക്കാം, അല്ലെങ്കിൽ മാഗീൻ്റെ മസാല, അതേപോലെ യിപ്പീൻ്റെ മസാല, ഇങ്ങനെയുള്ള ഏത് മസാലകളും, അതായത് ചിക്കൻ ബേസ് ചെയ്തിട്ട് ഫ്ലേവർ കിട്ടുന്ന ഏത് മസാല വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചിക്കൻ മസാലയാണ്. അത് 1 ടേബിൾ സ്പൂണാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പ്രിപ്പറേഷൻ നോക്കാം. ആദ്യം തന്നെ 1 kg ചിക്കനിലോട്ട് ഒരു 50 ഗ്രാം മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1.5 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക. ചിക്കൻ മസാലയ്ക്ക് പകരമായിട്ട് ഗരം മസാല, മീറ്റ് മസാല, യിപ്പി മസാല, അങ്ങനെ നമ്മുടെ കയ്യിൽ ചിക്കന് ടേസ്റ്റ് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഏത് മസാലയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി അരച്ച് അതിൻ്റെ നീര് മാത്രം ചേർത്ത് കൊടുക്കുക. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക. ഇതിനുശേഷം ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക. പിന്നീട് 1/2 ടേബിൾ സ്പൂൺ അളവിൽ ആണ് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. ഈ ടൊമാറ്റോ സോസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും. അതായത് വീട്ടിൽ തന്നെ ടൊമാറ്റോ സോസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അത് കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ആ വീഡിയോ ഞാൻ അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും. അതിനുശേഷം 1 എഗ്ഗ് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുക. നന്നായി തന്നെ എല്ലാ ഭാഗവും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചിക്കൻ 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരടപ്പിൽ ഫുള്ളായിട്ട് വിനെഗർ ചേർത്ത് കൊടുക്കുക. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. KFC ചിക്കൻ ഇഷ്ടമില്ലാത്തവർ വളരെ ചുരുക്കം പേരായിരിക്കും ഉണ്ടാവുക. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞു മക്കൾക്കെല്ലാം ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ കടയിൽ പോയി വലിയ വില കൊടുത്ത് വാങ്ങാതെ ചിക്കൻ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്തു കൊടുക്കാം. സൺഡേ ചിക്കൻ വാങ്ങിക്കാത്ത മലയാളികൾ നമുക്ക് കുറവായിരിക്കും അല്ലേ? കേരളത്തിൽ ഉള്ള മലയാളികൾ കുറവായിരിക്കും. രാവിലെ ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഇങ്ങനെ ഒരു 1 kg അല്ലെങ്കിൽ 1/2 കിലോ ചിക്കനെല്ലാം എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ ഈ മസാലയെല്ലാം പുരട്ടി വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഒരു 4 മണി സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇതെന്ന് വെച്ചാൽ ഡെയിലി നമ്മളിത് യൂസ് ചെയ്യുക, അതായത് ഒരു സൺഡേയോ അങ്ങനെയൊന്നും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. 2-3 മാസം കൂടുമ്പോൾ ഒരു പ്രാവശ്യമൊക്കെ ആണ് കഴിക്കാൻ നല്ലത്. ഹൈ കാലറി ഫുഡ് ആയതുകൊണ്ടാണ് ഡെയിലി കഴിക്കരുതെന്ന് പറയുന്നത്. 2 മാസം കൂടുമ്പോഴൊക്കെ ഒരിക്കൽ മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. കൂടാതെ ഇതിൻ്റെ കൂടെ ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് കക്കിരിയോ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് ഇതാക്കിയിട്ട് കഴിക്കാം. അതിനുശേഷം 4 മണിക്കൂർ ഞാൻ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇപ്പം ഞാൻ രാവിലെയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ അത് മസാലയെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. 4 മണിക്ക് പിന്നീട് ഞാൻ എടുക്കുന്നത് 4 മണിക്ക് ശേഷമാണ്.
എത്ര 4 മണിക്ക് കൂടുതൽ എത്ര വെക്കാൻ പറ്റുമോ അത്രയും വെച്ചിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. നന്നായി ഇപ്പം ഞാൻ എടുത്തിട്ട് 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുത്തിട്ട് മസാലയെല്ലാം നന്നായിട്ട് ചേർന്നിട്ടുണ്ട്. വലിയ പീസ് ചിക്കൻ ആണ് എടുക്കുന്നതെങ്കിൽ ഫോർക്ക് കൊണ്ടിട്ട് ഒന്ന് കുത്തിയിട്ട് എല്ലായിടത്തും ഒന്ന് കുത്തി കൊടുക്കുക. മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുത്തി കൊടുക്കാൻ പറയുന്നത്. ഞാനിപ്പോൾ ചെറിയ ചെറിയ പീസാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ശേഷം ഒരു പ്ലേറ്റിൽ 1.5 കിലോ മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ, വാട്ടർ എന്നിവ എടുത്ത് വെച്ചിട്ടാണുള്ളത്. ഓരോരോ പ്ലേറ്റിലാക്കിയിട്ട് ഇതൊക്കെ എടുത്ത് വെച്ചിട്ടാണുള്ളത്. അതിനുശേഷം ഒരു പാൻ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കുക. അതിനുശേഷം ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കുക. തുടക്കം മുതൽ കഴിയുന്നതുവരെ നല്ല ഹീറ്റിൽ തന്നെ വയ്ക്കണം. അതായത് ചെറിയ അടുപ്പിൽ ഏറ്റവും കൂടുതൽ ഹീറ്റിൽ വെക്കുക. എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് മൈദ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി എണ്ണ ചൂടാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആദ്യം മസാല ചേർത്ത് വെച്ച ചിക്കനില്ലേ, അതിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ചിട്ട് ഒഴിക്കുക. എഗ്ഗ് ഉപയോഗിക്കുന്നവരുണ്ട്, ബേക്കിംഗ് സോഡ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മളെ വീട്ടിലാവശ്യത്തിനായതുകൊണ്ട് നമുക്കൊരു എഗ്ഗ് തന്നെ ധാരാളമാണ്. ബേക്കിംഗ് സോഡയൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അതിനുശേഷം ഞാൻ മൈദ മാവ് കോൺഫ്ലവറും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഈ ചിക്കൻ മസാലയിൽ നിന്നെടുത്ത ചിക്കൻ ഈ മൈദ മാവിലോട്ടേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, അത് ഓവർ പ്രസ് ചെയ്യാതെ ഈ മൈദ മാവ് ചിക്കനിലോട്ട് ഒന്ന് മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് എടുക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക, എല്ലാം ഞാനിങ്ങനെ എടുത്ത് വെച്ചതിന് ശേഷം എന്ത് ചെയ്യുകയാണ്, എല്ലാം ഒന്ന് എടുത്തതിന് ശേഷം പിന്നീട് ഞാൻ ഒരു നോർമൽ വാട്ടർ എടുത്ത് പച്ചവെള്ളം മതി, പച്ചവെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ആഡ് ചെയ്ത് എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ഒന്ന് എല്ലാം കൂടി ഒന്ന് കഴുകിയെടുക്കുന്നതല്ലേ. കൂടുതൽ ടൈറ്റിൽ പ്രസ് ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് എടുക്കുക. കുതിർത്ത ശേഷം ഒന്ന് എടുക്കുക. അന്നേരം തന്നെ ഒന്ന് എടുത്തതിന് ശേഷം അത് നേരെ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഒന്ന് കുടഞ്ഞ് കളഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, ഈ മൈദ മാവിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ മൈദ മാവുമായിട്ട് ഒന്ന് കോട്ട് ചെയ്യുക. ടൈറ്റിൽ പ്രസ് ചെയ്യാതെ മൈദ മാവുമായിട്ട് ജസ്റ്റ് ഒന്ന് മൈദ മാവ് മുകളിലിട്ട് കൊടുത്തിട്ട് ഒന്ന് പെരക്കിയെടുക്കുക. ജസ്റ്റ് ഞാനിങ്ങനെ എല്ലാം ഓരോന്നായിട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാം ഞാനൊന്ന് ചെയ്തെടുക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ ഓയിൽ ചൂടായിട്ടുണ്ട്. ഈ പുരട്ടി വെച്ച ചിക്കൻ ഒന്ന് കുടഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, ഈ ഓയിലിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. തീ ഏറ്റവും ചെറിയ അടുപ്പിൽ കൂട്ടി തന്നെ വെക്കുക. ഒരിക്കലും കുറച്ച് വെക്കരുത്. കുറച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിക്കൻ ക്രിസ്പിയായി കിട്ടില്ല. നന്നായിട്ട് മുരിച്ചെടുക്കുക. എപ്പോഴാണെങ്കിലും എന്താണ്, ഈ ചിക്കൻ മൈദമാവിലിട്ടിട്ട് ഒന്ന് കുടഞ്ഞതിന് ശേഷം മാത്രം, അതായത് സൈഡ് പിടിച്ചൊന്ന് കുടഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഓയിലിനകത്ത് ഇടാവൂ. ഇല്ലെങ്കിൽ ഓയിലും കരിഞ്ഞു പോകും. ഈ പൊടിയുടെ ഇതുകൊണ്ട് ഓയിലും കരിഞ്ഞു പോകും. നമ്മുടെ ചിക്കൻ നേരെയായിട്ട് KFC കൃത്യമായിട്ട് വരികയില്ല. ആ ടെക്സ്ചർ തന്നെ മാറിപ്പോവും. അതുകൊണ്ടാണ് ഒന്ന് കുടയണമെന്ന് പറയുന്നത്. രണ്ട് സൈഡും ഏകദേശം 7 മിനിറ്റ് വരെ രണ്ട് സൈഡും ഒന്ന് വേവിച്ചെടുക്കുക. 3 മിനിറ്റ് അല്ല 4 മിനിറ്റോ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. തീ കുറച്ച് കൊടുക്കരുത്. നന്നായിട്ട് ഇതായിട്ട് ഡസ്റ്റ് കുടഞ്ഞ് കളയണം. ഇല്ലെങ്കിൽ ആ എണ്ണ പിന്നെ നമുക്ക് യൂസ് ചെയ്യാനാകില്ല. എണ്ണയുടെ പാകത്തിന് മാത്രമേ ഇട്ട് കൊടുക്കുക. ഒത്തിരി ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രമിക്കരുത്. കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക. തിരിച്ചും മറിച്ചും
ഇട്ട് കൊടുക്കുക. 1-2 മിനിറ്റ് ഒക്കെ കൂടുമ്പോൾ ഒന്ന് തിരിച്ച് മറിച്ച് വിട്ടിട്ട് എന്ത് ചെയ്താൽ ഒന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മൾ ഒരു കയ്യിനെ കൊണ്ട് തൊടുമ്പോൾ തന്നെ ഒരു ക്രിസ്പി ആയ സൗണ്ട് വരും. ഇത് ഏകദേശം ഒരു മുരിഞ്ഞ് വരുന്ന ഭാഗമായിട്ടുണ്ട്. എപ്പോഴും 7 മിനിറ്റിൽ കൂടുതൽ ഇത് വേവിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വലിയ ചിക്കനൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 10-14 മിനിറ്റ് വരെയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. ബട്ട് ചെറിയ ചെറിയ പീസൊക്കെ ആണെങ്കിൽ ഈ ഒരു ക്രിസ്പിനെസ് മതിയാവും. ഇല്ലെങ്കിൽ വേഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടാണ് ഉള്ളത്. ഇതാ നോക്കൂ, നല്ല ടേസ്റ്റിയും ക്രിസ്പിയുമായ KFC ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അതായത് നമ്മളെ വീട്ടിൽ കുഞ്ഞു മക്കളുള്ള അമ്മമാരുണ്ടാവുമല്ലോ, അതുപോലെ വലിയ കുട്ടികളുള്ള അമ്മമാരും ഉണ്ടാവും. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണേ. റിസ്ക് ഒന്നുമില്ല, വളരെ ടേസ്റ്റിയുമാണ്. നിങ്ങളുടെ മക്കളുടെ മുന്നിൽ ഭയങ്കര ഒരു എന്താ പറയുക, സ്റ്റാർ ആകേണ്ട ഒരു അവസരമാണിത് KFC ഉണ്ടാക്കിയിട്ട്. കാരണം അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണിത് കുഞ്ഞുങ്ങൾക്ക് എന്ന് പറയുന്നത്. അവരുടെ മുമ്പിൽ ഒന്ന് സ്റ്റാർ ആവാനുള്ള ഒരു അവസരമാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നാളെ പുതിയ വീഡിയോയുമായി വരാം. ബൈ ഗൈസ്.